സ്ഥലം ഈരാറ്റുപേട്ട നടക്കൽ ഗൈഡൻസ് സ്കൂളിലേക്ക് പോകുന്ന വഴി. ഫാത്തിമ പള്ളിയുടെ ഓപ്പോസിറ്റാണ്. കൊട്ടുവാപ്പള്ളി കുഴുവേലി രണ്ടും കൂടെ ചേർന്നൊരു മലയാണ്. ഇവിടെ കഴിഞ്ഞ മഴക്കാലത്ത് ഒരു ഉരുൾ പൊട്ടുന്നതിന് സമാനമായ ഒരു സംഭവം ഉണ്ടായി. ഇവിടെ കുറച്ച് ആൾക്കാർ ചേർന്ന് വർഷങ്ങൾക്ക് മുമ്പ് മണ്ണെടുത്ത് തിട്ടാക്കി നിർത്തിയിട്ടുണ്ട്. അത് കഴിഞ്ഞ മഴക്കാലത്ത് ഉരുൾ പൊട്ടുന്ന സമാനമായി മൊത്തം പൊട്ടി മുകളിൽ നിന്ന് വലിച്ച് മണ്ണും വെള്ളവും എല്ലാം കൂടി ചെറിയൊരു ഉരുളായിരുന്നു. ഒഴുകി റോഡിലേക്ക് വന്നു. അതിവിടെയുള്ള നാട്ടുകാരെല്ലാം കണ്ടതാണ്, ഒഴുകിപ്പോയി. ഈ പ്രാവശ്യവും മഴയത്ത് അതുപോലെ മണ്ണെല്ലാം കൂടെ ഇടിഞ്ഞിടിഞ്ഞ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിനോട് ചേർന്ന് ഞങ്ങൾ 3-4-5 വീട്ടുകാർ സൈഡിൽ കൂടെ ഉണ്ട്. അതുകൂടാതെ അപ്പുറത്തും വീടുണ്ട്. ഇവിടെ നിന്ന് എന്തെങ്കിലും ഈ മലയിൽ സംഭവിച്ചാൽ നേരെ ചെല്ലുന്നത് താഴെ ഫാത്തിമ പള്ളിയും ആ ഭാഗത്തോട് ചേർന്നിരിക്കുന്ന വീടുകളിലേക്കുമായിരിക്കും ഇതെല്ലാം കൂടെ ചെല്ലുന്നത്. പോരാത്തതിന് ഇത് കണ്ടില്ലേ, സ്ഥലമെല്ലാം ഒന്ന് കാണിച്ചു കൊടുത്തേ. ഈ സ്ഥലം കണ്ടോ, ഈ ഫയർ കയറി കിടക്കുന്ന സ്ഥലം കൊണ്ട് കാണാത്ത, ഇത് ഫുള്ള് മണ്ണെടുത്ത് വെച്ചിരിക്കുന്ന സ്ഥലങ്ങളായിരുന്നു. താഴത്തോട്ട് ഈണ്ടി ഇതെല്ലാം എടുത്ത് വെച്ചിരിക്കുന്നതാണ്. ഇനി കാണിക്കാനുള്ളത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ടോണം. ഈ വീടൊക്കെ ഓരോ ഇത് കണ്ടോ, നട കയറി ചെല്ലുന്നത്. ഇതൊരു വീട്, ഇതൊരു വീട്, ഇതിൻ്റെ താഴത്തോട്ട് ഇതായത് ഇവിടെ ഒരു വീട്. ഈ വീടെല്ലാം ഇത് കണ്ടില്ലേ, ഇതെല്ലാം ഇങ്ങനെ ഓരോ വീടുകൾ ഉണ്ട്. ഇത് ഈ മലയിലേക്ക് കാണിച്ചു തരാം. ഇതിന് ഈ വീട്ടിലേക്കെല്ലാം വീഴാൻ വേണ്ടി അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്ന 2 പാറയുണ്ട് ഇവിടെ. ആ പാറയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീടിനെക്കാട്ടും വലിപ്പമുള്ള പാറയാണ്. ഇത് വർഷങ്ങൾക്ക് മുമ്പ് മണ്ണെടുത്ത് മാറ്റിയ സ്ഥലമായത്. ഇതൊന്നും ആരും അങ്ങനെ കാണുന്നില്ല. ഒരു അപകടം വന്നു കഴിയുമ്പോൾ മഴയും ഇതെല്ലാം വന്നു കഴിയുമ്പോഴേ കാണുള്ളൂ. അപകടം വന്നു കഴിഞ്ഞാൽ ഈ 3-4-5 വീട് മാത്രമല്ല പോകുന്നത്. ആ പാറ ഉരുണ്ട് വന്നു കഴിഞ്ഞാൽ ഈ 3-4 വീടിനെക്കാട്ടും വലിപ്പമുള്ള പാറയാണ്. വന്നു കഴിഞ്ഞാൽ വീടും തകർത്തുകൊണ്ട് നേരെ താഴത്തേക്ക് ആ പാറ പതിക്കുന്നത്. ഭയങ്കര വലിയൊരു അപകടമായിരിക്കും ഉണ്ടാകുന്നത്. താഴെ താമസിക്കുന്നവർക്കൊന്നും അറിയത്തില്ലതുണ്ടല്ലോ. ഇതാണ് മേളിൽ നിന്ന് നോക്കുമ്പോൾ ഒരു ഇത്. ഇനിയും അങ്ങോട്ട് താഴെ ഭാഗങ്ങളിൽ വീട് കണ്ടോ. ഇതെല്ലാം ഈ മേളിൽ നിന്ന് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഇങ്ങനെ അങ്ങോട്ട് പോകുക. അന്ന് ഒരു ഉരുൾ പൊട്ടിയ പോയിട്ട് സ്ഥലമായി കാണുന്നത്. ഇനി ഞാൻ കാണിച്ചു തരാം. ഇനി ആ പാറ ഇരിക്കുന്നത് കാണിച്ചു തരാം. പാറ വന്നു കഴിഞ്ഞാൽ ആദ്യം അതാ ഈ വീട്ടിലേക്ക് വരും. പാറ വന്നു കഴിഞ്ഞാൽ ആദ്യം എന്താ ഇതിലേ ഉരുണ്ട് വന്ന് ഫസ്റ്റിൽ അതാ ഈ വീട്ടിലേക്ക് വരും. ഇവിടെ നിന്ന് വന്നിട്ട് താഴത്തോട്ട് പോയി കഴിയുമ്പോൾ എന്താ ഈ കാണുന്ന അങ്ങനെ താഴത്തോട്ട് കിടക്കുന്ന വീടുകളിലേക്കെല്ലാം പോവും. കാണിച്ചു തരാം. ഇതിപ്പോൾ നമ്മൾ ആ മേളിലേക്കൊന്ന് കയറുക. മേളിലേക്ക് കയറി കാണിച്ചു തരാം. ആ പാറ ഇരിക്കുന്നത് കാണിച്ചു തരാം. അപകട ഭീഷണി ഉയർത്തിയിരിക്കുന്നത് പറയാം. നാട്ടുകാരും എല്ലാവരും ഒന്ന് കാണുന്നത്. വേണ്ടപ്പെട്ട അധികാരികൾ കാണുവാണെങ്കിൽ കണ്ടറിഞ്ഞോട്ടെ എന്നോർത്താം. ഇത് കണ്ടോ, ഭയങ്കര വലിയ പാറയാണ്. വീഴാറായിരിക്കുക. അതായത് വർഷങ്ങളായിട്ടിരിക്കുന്ന പാറയാണ്. വീഴുമല്ലോ. വീടിനെക്കാട്ടും വലിപ്പമുള്ള പാറ 2-3 പാറയുണ്ട്. ആ പാറ പൊട്ടിക്കീറിയിരിക്കുക. ഉരുണ്ട് വരികയാണെങ്കിൽ ഫസ്റ്റിലെ ആ പാറ വരുന്നത് ഇതിലേ ഉരുണ്ട് നേരെ വന്ന് നമ്മുടെ വീടും തകർത്ത് അവിടെ നിന്ന് താഴത്തോട്ട് പോകും. 4-5 വീട് സ്റ്റെപ്പായിട്ടിരിപ്പുണ്ട്. കാണിച്ചു തരാം. ഇവിടെ നിന്നുള്ളൊരു ഇത് കാണിച്ചു തരാം. നോക്കിയോ, ഇവിടെ നിന്ന് താഴത്തോട്ട് ചെല്ലുകയാണെങ്കിൽ നല്ല പൊക്കപ്പുറമായത്. ഇവിടെ നിന്ന് ചെന്ന് കഴിഞ്ഞാൽ ഇതിലേ കയറി ചെല്ലണം. ഈ പാറയ്ക്കടിയിൽ മുഴുവനും മുള്ളമ്പന്നിയുടെ ഗുഹയാണ്. കഴിഞ്ഞ ദിവസം ആട്ടുംകൂട് കെട്ടാൻ വേണ്ടി ഒരു പയറ പറിക്കാൻ ആട്ടുംകൂട് കെട്ടാൻ വേണ്ടി ഒരു കുറച്ച് സംഭവം വെട്ടാൻ കയറി ചെന്നപ്പം ഫുള്ള് മുള്ളമ്പന്നിയുടെ ഗുഹയാണ് അതിൻ്റെ അകത്ത്. ആ പാറക്കടിയെല്ലാം ഗുഹയാണ്. എന്തെങ്കിലും കാരണവശാൽ ആ പാറയ്ക്കൊരു അനക്കം സംഭവിച്ചാൽ ഇത് കണ്ടോ, ഇത് മേൽഭാഗത്തു നിന്നുള്ളൊരു കാഴ്ചയായി കാണുന്നത്. ഇത്രയും പൊക്കപ്പുറമായത്. ഇത് കണ്ടോ, ഇവിടുന്ന് താഴത്തോട്ട് പോയി കഴിഞ്ഞാൽ ഇത് കണ്ടോ, ഇത്രയും ബോളിലെത്തി. ഇതിനി കാണിച്ചു തരാവേ. എന്താണെങ്കിലും ഇവിടെ വരെ വന്നു, അതും കൂടെ കാണിച്ചിട്ട് പോവാം. അത് നോക്കിക്കോണം. എന്തെങ്കിലും സംഭവിച്ചാൽ ഈ പാറ ഇരിക്കുന്ന എത്ര പൊക്കത്തിലാണെന്ന് നോക്കണം. ഇത് കണ്ടോ, ഇതൊക്കെ ഭയങ്കര പാറയാണ്. ഇതായിരിക്കുന്നു. ഈ പാറയുടെ അടിവശം ഫുള്ളും മുള്ളമ്പന്നിയുടെ ഗുഹയാണ്. ഈ പാറ ഇരിക്കുന്നത് ഒരു വീഴാറായ പോലെ ഇരിക്കുന്നു ഈ പാറ താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ ആദ്യം വന്ന് പതിക്കും ഒരു വീട്ടിലേക്ക്. ആ വീട് കഴിഞ്ഞിട്ട് ആ വീട്ടിലൊന്നും തടഞ്ഞു നിൽക്കാൻ പറ്റത്തില്ല. അത്രയും വലിയ പാറയായിരുന്നു. അവിടെ നിന്ന് കഴിഞ്ഞ് നേരെ വരുന്നത് ആ വീടും തകർത്തുകൊണ്ട് അടിയിലോട്ട് വരുള്ളൂ. ഈ പാറക്കടി ഫുള്ള് ഗുഹയും കണ്ടോ പാറയുടെ ഇത്. വാഗമണ്ണ് കോലാഹലമായിട്ടിരിക്കുന്ന കൂട്ട് പാറയാണ് ഇത് മണ്ടവശം. അതിൻ്റെ അടുത്ത് മരങ്ങളും കാര്യങ്ങളും വീഴാറായിരിക്കുന്ന പോലെ. ഇവിടെ നിന്ന് വന്നു കഴിഞ്ഞാൽ നേരെ താഴേക്കായിരിക്കും വരുന്നത്. അപകട ഭീഷണി ഉയർത്തിയിരിക്കുന്ന പാറയത്. പിന്നെ കഴിഞ്ഞ മഴക്കാലത്ത് ഉരുൾ പൊട്ടുന്ന സമാനമായിട്ട് ഉരുൾ പൊട്ടിയെന്ന് പറഞ്ഞല്ലോ. ഒരു പാറ മാത്രമല്ല, അത് ഇത് കണ്ടോ, ഇത് അടുത്ത് പറഞ്ഞ വീഴാറായിരിക്കുന്നു. ഇത് വേറൊരു വലിയ പാറ, ഇതേ ഒരു പാറ. ഇതെല്ലാം മുകളിലാണ്, വീടിൻ്റെ മുകളിലാണ്. ഇതൊക്കെ
ഒരു ചരിഞ്ഞ സ്ഥലത്തിരിക്കുന്നതാണ്. അപ്പോൾ ഇതൊക്കെ വലിയ മഴക്കാലത്ത് ഉരുൾ വരാൻ മേലൊന്നും ഇല്ല. ഇത്രയും വർഷമായിട്ട് വന്നില്ല, പറയാൻ പറ്റത്തില്ല. ഇത്രയും വർഷമായിട്ട് അവിടെ ഉരുൾ പൊട്ടിയിട്ടില്ലായിരുന്നില്ല. കഴിഞ്ഞ വർഷമാണല്ലോ ഉരുൾ പൊട്ടിയ പോലെ ഇങ്ങനെ വന്നത്. ഇതുകൊണ്ട് നല്ല പൊക്കപ്പാണ്. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് അറിഞ്ഞിരുന്നോട്ടെ എന്ന് ഓർത്തിട്ട് കാണിക്കുന്നേ ഉള്ളൂ. താഴെയുള്ളവരൊന്നും ഇവിടെ കയറിയൊന്നും വരുന്നില്ല. അവർ ഈ താഴെ കൂടെ കാണുന്ന ഇത് മാത്രമല്ലേ അറിയാവുള്ളൂ. മേളിലെ സംഭവമൊക്കെ എങ്ങനെയാണെന്നൊന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി ഒരു വീഡിയോ വിടുന്നതേ ഉള്ളൂ കേട്ടോ. ശരി എന്നാൽ.